മത്തി കിട്ടുമ്പോൾ ഇതുപോലെയൊന്ന് കുക്കറിലിട്ട് നോക്കൂ. എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല. നല്ലൊരു അടാറായിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല പനിയാണ്. അപ്പോൾ ഈ ഒരു പനീൻ്റെ സമയങ്ങളിലൊക്കെ നമുക്ക് എരിവും പുളിയൊക്കെ കഴിക്കാൻ വല്ലാത്തൊരു കൊതിയായിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് കിട്ടിയത് ഇന്ന് മത്തിയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഫ്രിഡ്ജിൽ അങ്ങ് വെക്കാമെന്നൊക്കെ കരുതി. പിന്നെ അത് വെച്ചിട്ട് നമ്മൾ പച്ച കുരുമുളക് അരച്ചിട്ട് നല്ലൊരു കൂട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കുക. പനിയൊക്കെ പമ്പ കിടക്കും. നല്ല ടേസ്റ്റാണ്. എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പാണ്. വലിയ മീനൊന്നുമല്ല കേട്ടോ കിട്ടിയത്. എന്നാലോ കുഞ്ഞൻ മത്തിയല്ല, അതിൻ്റെ രണ്ടിലും ഇടയിലുള്ള സൈസാണ്. ഏതായാലും അതിൻ്റെ പുറമേയുള്ള ആ ഒരു ചെതുമ്പലൊക്കെ മുഴുവനായിട്ട് പോകാനായിട്ടും ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ കുറച്ച് ഉപ്പും ഒരു വാഴയുടെ ഇല ഉണ്ടല്ലോ, ആ ഇല പിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറാനായിട്ട് ഇതുപോലെ വാഴയുടെ ഇല വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. മത്തിയിലുള്ള ബാഡ് സ്മെല്ലും ഒക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും. അതുപോലെ തന്നെ എത്ര സോപ്പിട്ട് കഴുകിയാലും ഈ ഒരു മത്തിമീൻ്റെ സ്മെല്ല് മാറി കിട്ടില്ല. അപ്പോൾ കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ലാസ്റ്റ് ഒരു വാഴയുടെ ഇല എടുത്തിട്ട് കയ്യിൽ നന്നായിട്ടൊന്ന് തിരുമ്പി എടുക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും. അപ്പോൾ ഞാനിതാ ഈ ഒരു മത്തിയിൽ വെച്ചിട്ട് നന്നായിട്ട് ഉപ്പും വാഴയുടെ ഇലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇതാണ്ടോ, അമ്മയും പറഞ്ഞല്ലേ നല്ല പനിയാകുമ്പോൾ നമുക്കൊന്നും കഴിക്കാൻ തോന്നില്ല. പക്ഷേ എരിവും പുളിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഒരു ഐറ്റം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുരുമുളകൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. പച്ച കുരുമുളകൊക്കെ ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ, നാട്ടിൻപുറത്തെ വീടുകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇല്ലാത്തവർക്ക് നമ്മൾ കറുത്ത, അതായത് ബ്ലാക്ക് പെപ്പർ പൊടി ഉപയോഗിച്ചാലും മതി കേട്ടോ. നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളക് ഉണ്ടല്ലോ, ഉണങ്ങിയത്, അത് കൊടുക്കാം. അപ്പോൾ അതാ മത്തിയൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ലോണം വെട്ടി തിളങ്ങുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിലോട്ട് നമുക്കൊരു 5 or 6 നമ്മളവിടെ കുരുമുളകിൻ്റെ കോക്കാന്നൊക്കെ പറയട്ടോ, ഇതുപോലെ 5-6 എടുത്തിട്ട് അതിൽ നിന്നും ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പിരിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല മൂത്ത കുരുമുളകാണെങ്കിൽ അത്യാവശ്യം നല്ല എരിവുണ്ടാവും. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമുക്ക് കുരുമുളക് ഒന്ന് കണക്കാക്കാം. ഇന്ന് എനിക്കിവിടെ ഏകദേശം 1 കിലോ മത്തി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 1 കിലോ മത്തിയിലോട്ട് ഞാനൊരു 6 അത്യാവശ്യം വലിയ കുരുമുളകിൻ്റെ ഇതുപോലെയുള്ളതാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിക്സിൻ്റെ കുഞ്ഞ് ജാറ് ഒന്ന് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ടീസ്പൂണിൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 3 ടീസ്പൂൺ വരെ പച്ചക്കുരുമുളക് ഇതിലോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മളിത് റെഡിയാക്കുന്നത്. ചെറിയൊരു എരിവുണ്ടാവും. അത്യാവശ്യം നല്ല എരിവാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണിയും ചേർക്കാം. പക്ഷെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അങ്ങനെ കഴിക്കാനായിട്ട്. മിക്സിൻ്റെ ജാറിലോട്ട് കുരുമുളക് ചേർത്തു. ഒപ്പം തന്നെ ഒരു 7 അല്ലി ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3 വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് പീസായിട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ അരഞ്ഞ് കിട്ടില്ല. ഇതിൻ്റെ കൂടെ നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ഇതിൽ നമ്മളൊരു ഇച്ചിരി പോലും മുളക് പൊടി ചേർക്കുന്നില്ല. എരിവിന് ആവശ്യത്തിന് കുരുമുളകാണ് കേട്ടോ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൗഡറും ഏകദേശം ഒരു 2-2.5 ടീസ്പൂൺ വരെ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലോട്ട് നമ്മൾ മസാലയായിട്ട് ചേർക്കുന്നത്. മുളക് പൊടി തൊടിയിക്കുന്നേ ഇല്ല കേട്ടോ, കാരണം അത്യാവശ്യം കുരുമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. നല്ല എരിവും ഉണ്ടാവും. ആദ്യം ഇതൊന്ന് പൊടിച്ച് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരിക. ക്രിസ്മസ് ആണ്, എല്ലാവരും നല്ല അടിപൊളി ഐറ്റമൊക്കെ റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ പറ്റും എന്നുള്ളവർ ഇതുപോലെ കുറച്ച് മത്തി കിട്ടുമ്പോൾ ഈ ഒരു ഐറ്റം ഒന്ന് റെഡിയാക്കാം കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. പച്ചക്കുരുമുളക് കിട്ടില്ലെങ്കിൽ നമ്മൾ കുരുമുളകിൻ്റെ പൊടി വെച്ചിട്ടും ചെയ്യാം. കിട്ടും എന്നുണ്ടെങ്കിൽ പച്ചക്കുരുമുളക് തന്നെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മത്തിയിലോട്ട് ഇത് പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മത്തിയുടെ തല കൂടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. താല്പര്യമില്ലാത്തവർക്ക് ആ ഒരു തലയുടെ ഭാഗം കട്ട് ചെയ്തിട്ട് ഇത് ചേർക്കാം. നന്നായിട്ട് പൊടിച്ചിട്ട് മത്തിയിൽ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കൊരു കുറച്ച് കറിവേപ്പിൻ്റെ ഇലക്കൊന്നും ഒരു പ്രത്യേക കണക്കോ കാര്യങ്ങളൊന്നുമില്ല. ഒരു 2-3 തണ്ടൊക്കെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഈ ഒരു മീനിലോട്ടുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കേട്ടോ. ഒരിക്കലും നിങ്ങൾ സൺഫ്ലവർ ഓയിലോ ഒന്നും ചേർക്കരുത്. ഇതുപോലെയുള്ള നല്ല നാടൻ വിഭവങ്ങളൊക്കെ റെഡിയാക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയാണ് ഒന്നുകൂടി ടേസ്റ്റ് ചെയ്യണത്. വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. മസാലയൊക്കെ മീനിലോട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടണം. ഇതൊന്ന് നമ്മൾ കുക്കറിൽ ഒരൊറ്റ വിസിലാണ് വേവിച്ചെടുക്കുന്നത്. അതല്ല, സാധാരണ മൺചട്ടിയിൽ വെച്ചിട്ട് വരട്ടിയെടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ പെട്ടെന്നായി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വെച്ചാണ് കേട്ടോ ചെയ്യുന്നത്.
നന്നായിട്ടൊന്ന് മസാലയ്ക്കൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഈ ഒരു മീനിലോട്ട് ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഏകദേശം ഒരു നെല്ലിക്കോളം വലിപ്പമുള്ള പുളി എടുത്തിട്ട് അത്ര പുളിയെടുത്ത് നന്നായിട്ടൊന്ന് ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസ്സോ 3/4 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. ഇനിയിപ്പോൾ കൊടുമ്പുളി ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിന്നിവിടെ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. കണ്ടല്ലോ നിങ്ങൾക്ക്, ഞാനിവിടെ ഒരു അരക്കപ്പിൽ ഏകദേശം 1/4 കപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ പുളി പിഴിഞ്ഞ വെള്ളം. ഇത് നമ്മൾ പച്ചവെള്ളമോ കാര്യങ്ങളോ ഇനിയൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു മിക്സിയിൽ മസാലയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനിയും നമുക്കിതുപോലെ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ചിലർക്ക് ഈ എരിവൊക്കെ തട്ടിയാൽ കൈ ഇങ്ങനെ എരിവ് വരും, അയല എന്നൊക്കെ പറയും. അങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ളവർ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇളക്കാം, അല്ലെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഇടേണ്ടി വരും. പക്ഷേ കൈ വെച്ചിട്ട് ഇങ്ങനെ കുഴച്ചുണ്ടാക്കുമ്പോഴേ മക്കളെ ഇതിനൊക്കെ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോഴാണ് ആ ഒരു മസാലയും എരിവും എല്ലായിടത്തേക്കും ഒരുപോലെ എത്തുന്നത്. കുരുമുളക് വെച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ റെസിപ്പി ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ചെയ്തവരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കട്ടോ. സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ നന്നായിട്ട് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കർ എടുക്കാം. കുക്കർ എടുത്തിട്ട് നമ്മൾ വാഴയുടെ ഇല കിട്ടുകയാണെങ്കിൽ ആ ഒരു ഇല എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ള സ്മെല്ലും ടേസ്റ്റൊക്കെ കാരണം നല്ല സൂപ്പർ ടേസ്റ്റാവും നമ്മൾ ഈ ഒരു മത്തി വരട്ട്. അപ്പോൾ ഒരു വാഴയുടെ ഇല എടുത്തിട്ട് താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു മത്തികളെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാനായിട്ട് പോണത്. ഇങ്ങനെ ആവുമ്പോൾ താഴെ സൈഡിലൊക്കെ നല്ലോണം മുരിഞ്ഞ് നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടും. ഒരിക്കലും നിങ്ങൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കൊളാക്കി എടുക്കരുത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും. കണ്ടല്ലോ, ചട്ടിയിൽ വെള്ളമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ആ ഒരു പുളിവെള്ളം ഉണ്ടല്ലോ അത് മാത്രം ഇതിലോട്ട് എക്സ്ട്രാ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്ന് കരുതിയിട്ട് ഒരുപാടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ചട്ടിയിലുള്ള ഗ്രേവി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഇതുപോലൊരു ഗ്രേവി കിട്ടിയ എൻ്റെ പൊന്നു ഒട്ടിപ്പൊളിയാണ് കേട്ടോ. ഒന്നും പറയാനില്ല. കഴിച്ചവർ എന്നെ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും. അത്രയ്ക്ക് രുചിയാണ്. ഇനി നമ്മളിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഈ ഒരു മത്തിയിലോട്ട് ചേർത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റും ടേസ്റ്റും കേട്ടോ. എങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നമ്മൾ വാഴയുടെ ഇല വെച്ചിട്ട് തന്നെ ഇതൊന്ന് കവർ ചെയ്യണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു വാഴയുടെ സ്മെല്ല് ആ ഒരു ടേസ്റ്റും നല്ല രുചിയാണ് കേട്ടോ. ഒരു നാടൻ കൂട്ടല്ലേ. അപ്പോൾ ഇതുപോലെ ഇല കിട്ടുന്നുണ്ടെങ്കിൽ വാഴയുടെ ഇല എടുത്തിട്ട് വെച്ച് കൊടുക്കുക. ഇതിൽ നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടില്ല. എല്ലാവരും കണ്ടല്ലോ, നമ്മൾ ആ ഒരു പുളി പിഴിഞ്ഞ വെള്ളം മാത്രമേ ഇതിൽ ചേർത്തുള്ളൂ. എന്ന് കരുതിയിട്ട് അടിയിൽ ഒട്ടിപ്പിടിക്കുക കരിഞ്ഞു പിടിക്കുക അങ്ങനെയൊന്നുമല്ല. ഒരു തിക്ക് ഗ്രേവി ആയിട്ടായിരിക്കും ഇത് നമുക്ക് കിട്ടുക കേട്ടോ. ആ ഒരു പച്ചക്കുരുമുളകിൻ്റെ മസാല നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ചപ്പാത്തി ആയാലും ദോശ ആയാലും എല്ലാത്തിനും ആ ഒരു ടേസ്റ്റ് മാത്രം മതിയാവും. നമുക്ക് വയറ് നിറച്ച് കഴിക്കാൻ നല്ല രുചിയോട് കൂടിയിട്ട് തന്നെ ഒരൊറ്റ വിസിലിൽ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാട്ടോ ഞാനത് വിസിലടുപ്പിച്ചത്. അതിനുശേഷം അപ്പം തന്നെ ഓടിപ്പോയിട്ട് എയറൊന്ന് കളയണ്ട. ഒരു എയറിൽ ഒരു ഇച്ചിരി സമയം കിടക്കട്ടെ. അതിനുശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. പിന്നെ ഓരോരുത്തരുടെ കുക്കറിന് ഒരു ഇതുണ്ടാവും കേട്ടോ. അത് നമ്മളെ വീട്ടമ്മമാർക്ക് അറിയായിരിക്കും. ചിലതിപ്പോൾ ഞാൻ 5-6 വിസിലടിച്ചാലും ഒന്നും വെന്ത് കിട്ടില്ല. അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് 2 വിസിൽ വരെ അടുപ്പിക്കാം. അത്യാവശ്യം നല്ല കുക്കറാണെങ്കിൽ ഒരൊറ്റ വിസിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് മത്തിയൊക്കെ വെന്ത് കിട്ടും. ഇതിൻ്റെ അടിഭാഗം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അതുപോലെ തായി വെച്ചിട്ട് ഇളക്കി കാണിച്ചു തന്നത്. ഒട്ടിപ്പിടിക്കുക കരിഞ്ഞു പിടിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളിതുപോലെ തവിട്ട് ഇളക്കരുത്. കാരണം ഒരു മീൻ തന്നെ ഇപ്പോൾ കണ്ടല്ലോ, അത് മുള്ളാണ് കാണുന്നത്. ജസ്റ്റ് അതുമൊന്നിങ്ങനെ ആ ഒരു ഇത് മാംസം ഇളകി പോരും കേട്ടോ. അപ്പോൾ അത് ചെയ്യരുത്. ഇനി നമ്മൾ നല്ല ചൂട് ചോറിലൂടെ ഇത് അതുപോലെ 1-2 തവി മത്തി എടുക്കുക. അതിൻ്റെ ആ ഒരു ഇച്ചിരി കായ ഉണ്ടാവും, പച്ചക്കുരുമുളകിൻ്റെ ആ ഒരു വെളിച്ചെണ്ണയോട് കൂടിയിട്ടുള്ള ഒരു നാടൻ ടേസ്റ്റ് തന്നെയാണ്. ഒരു ഇത്തിരി കിട്ടിയാൽ മാത്രം മതി മക്കളെ. ആ ഒരു ഈ ഒരു കായ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത്. ഇനി ഇത് നന്നായിട്ട് ചോറിലൊക്കെ ഇങ്ങനെ കുഴച്ച് കഴിക്കാനായിട്ട് എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല. നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല. നല്ല ചൂട് ചോറിലോട്ടാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ടൈം എല്ലാവർക്കും കഫക്കെട്ടും ജലദോഷവും പനിയുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള നല്ല റെസിപ്പീസ്, നല്ല ആരോഗ്യത്തിന് ഗുണമുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. നമ്മളിതിൽ പച്ചക്കുരുമുളകും കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ചുമ, ജലദോഷം, കഫക്കെട്ട് എല്ലാം മാറാനും നമ്മുടെ ശരീരത്തിൽ നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ഉള്ള കഴിവ് കുരുമുളകിനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുരുമുളക് അരക്കുന്ന സമയത്ത് നമ്മളിതിലോട്ട് ഒട്ടും മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. എല്ലാവരും കാണാൻ ചെയ്യട്ടെ. ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വിഭവം റെഡിയാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.